Hello, good morning, one and all. ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫോർകാസ്റ്റിംഗ് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അതിന്റെ പർപ്പസ് എന്താന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ? എന്തിനാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ആക്ച്വലി പ്ലാനിങ് ഇൻ അഡ്വാൻസ് ആണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, and we have to plan our production on the basis of demand forecasting. But next, today we are going to analyze what are the methods of forecasting. What are the methods of forecasting? Mainly there are three methods. And what are they? The survey method, market experiment method, statistical methods. And these are the three important methods. Survey method ഉണ്ട്, market experiment method ഉണ്ട്, statistical method ഉണ്ട്. ഈ മൂന്ന് മെത്തേഡാണ് നമ്മൾ സാധാരണ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. അത് ഫോർകാസ്റ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ട് എല്ലാ സർവേസിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി, ഇപ്പൊ നമ്മൾ കോവിഡിനെ കുറിച്ച് ഒരു സർവേ നടത്തുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ ഏത് മെത്തേഡായിരിക്കും? ഈ സർവേ ക്വസ്നെയർ മെത്തേഡാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സർവേ മെത്തേഡില് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി ഫ്രം ദി കസ്റ്റമേഴ്സ്, or from retailers, or from salesmen and other sales experts who are in close contact with the customers. കേട്ടോ, അപ്പൊ അതാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേസ് ആർ കണ്ടക്റ്റഡ് ടു കളക്ട് ഡേറ്റ റിലേറ്റിംഗ് ടു future demand of a product. Then ഈ സർവേ മെത്തേഡ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡ് ആണ്, രണ്ടാമത്തേത് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ആണ്. ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡ് ആൻഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. എന്തായിരിക്കും ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? നമുക്ക് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡ് ആയിരിക്കും. ഡേറ്റ ഈസ് കളക്റ്റഡ് ഐദർ ബൈ കണ്ടക്ടിങ് കൺസ്യൂമർ ഇന്റർവ്യൂസ് ഓർ ബൈ സെൻഡിങ് മെയിൽഡ് ക്വസ്റ്റിനെയർ. കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ അയച്ചു കൊടുക്കാം. നമ്മളിപ്പോ കോളേജിൽ ഒരു സർവേ നടത്തുകയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നതിന്റെ, എന്തെങ്കിലും ഒരു ബ്രാൻഡിന്റെ യൂസേജിനെ കുറിച്ച് നമ്മളൊരു സർവേ നടത്തുകയാണെങ്കിൽ ആ സർവേയിൽ നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനെയർ, ഗൂഗിൾ ഫോം ഒക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സർവേ നടത്തുന്നുണ്ട്. എന്തിന്റെയാണ്? കോവിഡ് അഫക്റ്റഡ് ഫാമിലീസ്, അല്ലെങ്കിൽ ആ ഒരു കോവിഡിന്റെ അല്ലെങ്കിൽ കോപ്പ് അപ്പ് ടു ദിസ് പാൻഡമിക് സിറ്റുവേഷൻ എന്നുള്ള ആ ഒരു തീമിൽ നമ്മളൊരു സർവേ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റിനെയർ അയച്ചു തന്നായിരുന്നു. അത് സർവേയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഡേറ്റാസ് ക്വസ്റ്റിനെയർ വഴി, കാരണം നമുക്കിപ്പോ നേരിട്ട് നിങ്ങളെ കണ്ട് ചോദിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട്. അപ്പൊ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണ്? ഐദർ ഡയറക്റ്റ് ഇന്റർവ്യൂ ഓർ ബൈ സെൻഡിങ് എന്താണ് ക്വസ്റ്റിനെയർസ്. കേട്ടോ, കൺസ്യൂമർ ഇന്റർവ്യൂസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കണ്ടു ചോദിക്കുക, ഓർ ത്രൂ ക്വസ്റ്റിനെയർ. Then ഈ മെത്തേഡ് തന്നെ, അതായത് ഈ സർവേ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ, ഈ സർവേ ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. Again we can divide the direct interview method into two. രണ്ട് രീതിയിലൊക്കെ. ഒന്ന് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ഓർ സാമ്പിൾ സർവേ. കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. എന്താ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? നമ്മളിപ്പോ കോളേജിൽ ഒരു സർവേ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ നടത്തുന്ന സർവേയിൽ, നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന സർവേയിൽ നമ്മുടെ 3 ക്ലാസ്സിലെ ഫുൾ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയാം. അതേസമയം ഓരോ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ ഒരു 10 പേരെ വെച്ചിട്ട് നമ്മൾ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അതെല്ലാവരുടെയും, അതിന്റെ റിസൾട്ട് എല്ലാവരുടെയും റിസൾട്ട് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറയും. സാമ്പിൾ സർവേ തന്നെ പല രീതിയിലുണ്ട്. ലോട്ടറി മെത്തേഡ് ഉണ്ട്, പിന്നെ വേറെ പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്.
അപ്പൊ അതിനകത്ത് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ പോയി കഴിയുമ്പോഴായിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇപ്പോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡിൽ തന്നെ രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ്. ഈ സാമ്പിൾ സർവേയിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലോട്ടറി മെത്തേഡാണോ അതോ വേറെ മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ റാൻഡം സെലക്ഷൻ ഒക്കെ നടത്താം. ഇപ്പൊ 1 കഴിഞ്ഞിട്ട് നമുക്ക് 11ാമത്തെ സെലക്ട് ചെയ്യും, 21ാമത്തെ സെലക്ട് ചെയ്യും. അങ്ങനത്തെ സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കുന്ന് കുറച്ചെണ്ണം ഇങ്ങനെ ഡ്രോ ചെയ്യും. അങ്ങനെ പല മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അതിലോട്ട് നമ്മളിപ്പോ ഇതിനകത്ത് പോകുന്നില്ല. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഡയറക്റ്റ് ഇന്റർവ്യൂ മെത്തേഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് വരുന്നത്? കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ആൻഡ് ഏതാണ്? സാമ്പിൾ സർവേ മെത്തേഡ് ആണ്. കംപ്ലീറ്റ് എന്യൂമറേഷൻ ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ സർവേ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ള. സർവേ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഈ രണ്ട്. ഇപ്പൊ നമുക്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ലാർജ് ആണെങ്കിൽ നമ്മൾ സാമ്പിൾ സർവേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. Only specified number of customers are selected under sample survey method. ഇനി രണ്ടാമത്തെ ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ആണ്. എക്സ്പേർട്ട്, അതായത് സാമ്പിൾ സർവേ മെത്തേഡ് ഉണ്ട്, എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ഉണ്ട്. എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡിൽ എങ്ങനെയാണ്? എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന്. ആരൊക്കെയാണ് എക്സ്പേർട്സ്? സെയിൽസ്മെൻ ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, മാർക്കറ്റ് പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരുടെ ഒക്കെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ കോളേജിന്റെ അടുത്തൊരു സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് സ്റ്റോറിൽ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റുഡൻസ് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തിപ്പോ ഒരു പ്രൊവിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലെ അവിടുത്തെ സെയിൽസ്മെനോട് ചോദിച്ചാൽ അറിയാം ഈ കുട്ടികൾ ഏതൊക്കെ ബ്രാൻഡാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ചോദിച്ചിട്ടാണ് ഈ കസ്റ്റമർ, ഈ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സ്, ഹോൾസെയിലേഴ്സ് ഒക്കെ ഇവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഡീലർ ആണെങ്കിൽ, നമ്മളൊരു ഹോൾസെയിലർ ആണെങ്കിൽ നമുക്ക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് നമുക്ക് ഈ സെയിൽസ്മെന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി. ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, പെന്നൊക്കെ സാധാരണ ഏത് ബ്രാൻഡാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കൊക്കക്കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതാ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം, അവരോട് വെറുതെ ചോദിച്ചാൽ മതി. അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ റീറ്റെയിലേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അതിന്റെ ഓണേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് എക്സ്പേർട്സ് ഉണ്ട്, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച് കളക്ട് ചെയ്യുന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. ഈ എക്സ്പേർട്ട് ഒപ്പീനിയനും ഇതുപോലെ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ഒപ്പീനിയന്റെ ഒരു മെത്തേഡാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഡെൽഫി മെത്തേഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. എക്സ്പേർട്സിനെ ഇപ്പം സെയിൽസ്മെൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിലർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഇവർക്ക് നമ്മൾ ക്വസ്റ്റനെയർ കൊടുക്കും. അപ്പൊ ഇവര് ഫില്ല് ചെയ്ത് തരും. ഇവര് ഫില്ല് ചെയ്ത് തരുന്ന ക്വസ്റ്റനെയർ പലരും പല രീതിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരാൾ എഴുതുന്ന ആൻസർ പേപ്പർ മറ്റേയാൾക്ക് കൊടുക്കും, കാരണം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഈ എക്സ്പേർട്സ് തരുന്ന ക്വസ്റ്റനെയർ നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കി എല്ലാവർക്കും അവർക്ക് ജസ്റ്റ് അവർക്ക് വായിക്കാനായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും റീകൺസിഡർ ദെയർ ഫോർകാസ്റ്റ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് അതേഴ്സ് റിവൈസ്ഡ് ഫോർകാസ്റ്റ്. മറ്റുള്ളവരെ എഴുതിയേക്കുന്നതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ മാർക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അതൊന്ന് നമ്മൾ എഴുതിയതൊന്ന് മാറ്റി എഴുതാനായിട്ടൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഇവരെല്ലാവരും ഒരേ ആൻസറിൽ എത്തുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Let us assume that a business firm asks a panel of 8 experts, 8 പേർക്കാണ്, 8 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് 2 പേര് പ്രഡിക്റ്റ് ചെയ്തു സെയിൽസ് വുഡ് ഇൻക്രീസ് ബൈ 12% എന്ന്. 2 പേര് പറഞ്ഞു 8%, 1 എക്സ്പേർട്ട് പറഞ്ഞു 6%.
2 എക്സ്പേർട്സ് പറഞ്ഞു 3%. ഇങ്ങനെ ഇവരുടെ ഈ ഒപ്പീനിയൻ എല്ലാം കൂടെ റിവൈസ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാരണം ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് 8 പേരും ഒരേ ആൻസറിൽ എത്തുന്നത് വരെ നമ്മൾ ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവയർനെസ് കൊടുത്ത് വീണ്ടും റിവൈസ് ചെയ്യിപ്പിച്ച് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഡെൽഫി ടെക്നിക്കോ ഡെൽഫി മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ ആദ്യത്തെ നമ്മളിപ്പോ പഠിച്ച സർവേ മെത്തേഡാണ് പഠിച്ചത്, അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ല. ഇനി രണ്ടാമത്തെ ഏതാണ്? മാർക്കറ്റ് എക്സ്പെരിമെന്റ് മെത്തേഡാണ്. മാർക്കറ്റ് എക്സ്പെരിമെന്റ് മെത്തേഡിൽ എന്താന്ന് വെച്ചാൽ റിയാക്ഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ സ്റ്റഡീഡ് അണ്ടർ ഡിഫറെന്റ് മാർക്കറ്റ് എക്സ്പെരിമെന്റ്സ്. ഒന്നല്ലെങ്കിൽ ആക്ച്വൽ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിനെ കുറിച്ച് അവരുടെ റിയാക്ഷൻസ് സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്യാണ് കേട്ടോ. മാർക്കറ്റ് എക്സ്പെരിമെന്റ് യൂസ്ഫുൾ വെൻ ഫോർ മേക്ക് ചേഞ്ചസ്. ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നത് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യാൻ, പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് രണ്ട് രീതിയിലുള്ള മാർക്കറ്റ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. മാർക്കറ്റ് എക്സ്പെരിമെന്റ് മെത്തേഡ്, there are two types, test marketing and controlled experiments. ടെസ്റ്റ് മാർക്കറ്റിംഗിൽ ന്യൂ പ്രോഡക്ട്സിലാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ ഇറക്കി നോക്കും. ചില പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് കാണാം, ചിലതിന്റെ കൂടെയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ വെച്ച് തരുന്നത് നമുക്ക് കാണാം അല്ലെ. പുതിയ പ്രോഡക്റ്റ് ആണ്, നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ടെസ്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ an area which represents the all market is selected as test area. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അവിടെ മാത്രം നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. By introducing the product in more than one test area, firm can judge the effect on demand to change in price, advertising, packaging, product model. ഓരോ സ്ഥലത്തും 2-3 സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്രോഡക്റ്റിന്റെ പാക്കേജിലോ അതിന്റെ പ്രൈസിലോ ഒക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താം, അതിന്റെ ടേസ്റ്റില് ഒക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തി നമ്മൾ ചേഞ്ചസ് നടത്തുന്ന ആ ഒരു മാർക്കറ്റ് എക്സ്പെരിമെന്റ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ആണ്. അതിനെ കൺസ്യൂമർ ക്ലിനിക്സ് എന്നും പറയും. ഇതിനകത്ത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂമേഴ്സിനോട് പറയാണ്, നിങ്ങൾ ഒരു ഷോപ്പിംഗ് സെന്ററിൽ ചെന്നിട്ട് അവിടെ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഷോപ്പിംഗ് നടത്താനായിട്ട് പറയാണ്. നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ വിടുകയാണ് ചെയ്യണത്. And their response are recorded and they are given advertising materials of various brands. ഇത് നമ്മുടെ ഇവിടെ അത്രയും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നതല്ല, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളതും ഉള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത്. കാരണം നമ്മുടെ കൺസ്യൂമേഴ്സിന് ഇപ്പൊ ഇവർക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ സാധനങ്ങൾ കൊടുക്കാനും, നമ്മുടെ മാനുഫാക്ചേഴ്സിന് അങ്ങനെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കാനും അത്ര അഡ്വാൻസ്ഡ് അല്ല നമ്മള്. ഇതിനകത്ത് പറയുന്നത് അവർക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ഈസ് ഗിവൺ ടു ദി കസ്റ്റമേഴ്സ് എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ, നമുക്ക് കുറച്ച് പൈസ തന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ലുലു പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പൊ ഇവര് നോക്കും നമ്മൾ എന്തൊക്കെയാ വാങ്ങുന്നതെന്നൊക്കെ നോക്കും. എന്തായാലും സംഭവം നല്ലതായിരുന്നു, പക്ഷെ ഇവിടെ അത് അധികം പ്രാക്ടീസ് ചെയ്ത് കാണുന്നില്ല. The quantity and brands purchased by me is noted and a questionnaire is being given to them to indicate the reasons of their choice. നമുക്കൊരു ക്വസ്റ്റനെയർ തരും, എന്തുകൊണ്ട് നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു സ്റ്റഡി നടത്തുകയാണ്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ഓർ കൺസ്യൂമർ ക്ലിനിക്സ് എന്ന് പറയുന്നത്. Then third one statistical method ആണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് പാസ്റ്റ് ഡേറ്റ നോക്കിയിട്ട് ഈ മാസം എത്രയായിരുന്നു സെയിൽ, കോവിഡ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായിരുന്നു സെയിൽ, അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എത്രയായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്സ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, എക്കണോമെട്രിക് മെത്തേഡ്. ട്രെൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് സെയിൽസ് ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്ന.
അപ്പൊ മാർക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ 2 സെമസ്റ്ററിൽ ഇന്ന മാർക്കായിരുന്നു, അപ്പൊ ഈ വർഷം ഇത്രയായിരിക്കും മാർക്ക് കിട്ടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അതുപോലെയാണ് സെയിൽസും ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സെയിൽസ് ഫിഗേഴ്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് they become a ടൈം സീരീസ്. അതൊരു ടൈം സീരീസ് ആകുമെന്നാണ്. നമ്മൾ പാസ്റ്റ് ഡേറ്റാസ് ഇങ്ങനെ ഓർഡറിലാക്കി കഴിയുമ്പോൾ അതിനൊരു ലൈനൊക്കെ നമുക്ക് ടൈം സീരീസ് ലൈനൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഉണ്ട്. ഇതിനകത്ത് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ സെയിൽസും അഡ്വർടൈസ്മെന്റും. അഡ്വർടൈസ്മെന്റ് ചേഞ്ച് ചെയ്താൽ സെയിൽസ് എങ്ങനെ മാറും, കൺസ്യൂമേഴ്സ് ഇൻകം ചേഞ്ച് ചെയ്താൽ സെയിൽസ് എങ്ങനെ മാറും. അങ്ങനെ 2 വേരിയബിൾസ് എടുത്തിട്ട് അതിനകത്ത് സ്റ്റഡി നടത്തി നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ once it is understood that there is correlation between 2 variables, സെയിൽസും അഡ്വർടൈസും തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് estimate the value of one variable if we know the value of other. അപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇത്രയാണെങ്കിൽ ഇത്രയായിരിക്കും സെയിൽസ്, അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. The technique used for such estimation is known as a regression analysis. അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ആ ടെക്നിക്കിനാണ് പറയുന്ന റിഗ്രഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാണ്. അതിന്റെ ബേസിസിൽ നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ. ദെൻ എക്കണോമെട്രിക് മെത്തേഡ് ആണ് അടുത്തത്. ഇതിനകത്ത് എക്കണോമിക് തിയറിയും മാത്തമാറ്റിക്സും എക്കണോമെട്രിക് ആണ്. എക്കണോമിക്സ് പ്ലസ് മാട്രിക്, മാത്തമാറ്റിക്സ് കൂടെ കൂടി ചെയ്യുന്നതാണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇതിനകത്ത് വരുന്നത്. Parameters of equation represent the behavior of variables in the past and it is assumed that same behavior will continue in future also. പാസ്റ്റിലെ ബിഹേവിയർ നോക്കിയിട്ട് ആ ബിഹേവിയർ ആയിരിക്കും ഫ്യൂച്ചറിൽ എന്നുള്ള അസംഷനിൽ നമ്മൾ മാത്സ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് എക്കണോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെത്തേഡ്സ് കേട്ടോ. ഇത് എസ് എ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചോളണം. ദെൻ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ സ്റ്റഡിയിങ് ദി നേച്ചർ ഓഫ് ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് ആണോ, ഡ്യൂറബിൾ ഗുഡ്സ് ആണോ, കൺസ്യൂമേഴ്സ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആണോ, എന്ത് ഗുഡ്സ് ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്, നല്ലൊരു മെത്തേഡ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, ദെൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ് ആണ്. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്സ്. ഏതൊക്കെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, സ്റ്റഡിയിങ് ദി നേച്ചർ ഓഫ് ഗുഡ്സ്, സെലക്ഷൻ ഓഫ് എ മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ഡേറ്റ കളക്ഷൻ, നമുക്ക് വേണ്ട ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം. ഇനി ഇതും വളരെ ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ ന്യൂ ഒരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യും? കാരണം അതിന് പ്രീവിയസ് ഡേറ്റാസ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്രോച്ചസ് എന്തൊക്കെയാന്നുള്ളതാണ്. ജോയൽ ഡീൻ പറയുന്നത് 6 പോസിബിൾ അപ്രോച്ചസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇവല്യൂഷണറി അപ്രോച്ച് ആണ്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഡിറൈവ്ഡ് ഫ്രം അനദർ പ്രോഡക്റ്റ്. ഒരു ഓൾഡ് പ്രോഡക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഓൾഡ് ടെക്നോളജിയിൽ നിന്നാണ് പുതിയ ടെക്നോളജി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്ന് അതിന്റെ ഡെവലപ്ഡ് വേർഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ പ്രീവിയസ് പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഓൾഡ് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് അതിന്റെ ബേസിസിൽ പുതിയ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഇവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺസിഡേർഡ് ദി ന്യൂ പ്രോഡക്റ്റ് ആസ് എൻ ഇംപ്രൂവ്ഡ് ഫോം ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അപ്പൊ ന്യൂ പ്രോഡക്ട്സ് ഡിമാൻഡ് ഈസ് ഫോർകാസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് ആണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് വേറൊരു പ്രോഡക്റ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഉള്ള പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഇപ്പൊ നമ്മൾ പുതിയ സോപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള വേറെ സോപ്പിന്റെ ഡിമാൻഡ് നോക്കിയിട്ട് നമ്മുടെ സോപ്പിന്റെ ഡിമാൻഡ്. പിന്നെ ഗ്രോത്ത് കർവ് അപ്രോച്ച് ആണ്.
അതായത് സിമിലർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ ഗ്രോത്ത് കർവ്, ഡിമാൻഡ് കർവ് എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നതാണ് ഗ്രോത്ത് കർവ് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒപ്പീനിയൻ പോൾ അപ്രോച്ച് ആണ്. ഇതിനകത്ത് നമ്മള് കൺസ്യൂമേഴ്സിന്റെ ഒപ്പീനിയൻ കളക്ട് ചെയ്യാണ്, either from sample of consumers or from all the consumers. സർവേ നടത്തി നമ്മൾ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് സർവേ നടത്തി കൺസ്യൂമേഴ്സിന് നമ്മൾ ഇൻഫോം ചെയ്തു, അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ സാമ്പിൾ കൊടുത്തു, എന്നിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് കളക്ട് ചെയ്ത് ചെയ്യുന്നതാണ് ഒപ്പീനിയൻ പോൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സെയിൽസ് എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കും? അവിടെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് സാമ്പിളായിട്ട് ഒരു സാമ്പിൾ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ സെയിൽസ് നടത്തി നോക്കുന്നു. എന്നിട്ട് സെയിൽസ് എക്സ്പീരിയൻസിന്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്നതാണ് സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രോഡക്റ്റ് സാമ്പിൾ ആയിട്ട് നമ്മൾ വിറ്റ് നോക്കുകയാണ്. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. ദെൻ വിക്കേറിയസ് അപ്രോച്ച് ആണ് ലാസ്റ്റ് വൺ. ഇതിനകത്ത് നമ്മൾ ഡീലേഴ്സിന്റെ കയ്യിൽ നമ്മൾ സെയിൽസിനെ ഏൽപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാണ്. കൺസ്യൂമേഴ്സ് എങ്ങനെ ഈ പ്രോഡക്റ്റിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കി അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് വിക്കേറിയസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. ഇത് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. ഇവല്യൂഷണറി അപ്രോച്ച്, സബ്സ്റ്റിറ്റ്യൂട്ട്, ഗ്രോത്ത് കർവ്, ഒപ്പീനിയൻ പോൾ, സെയിൽസ് എക്സ്പീരിയൻസ്, വിക്കേറിയസ്. ഇത് കുറച്ച് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. നോട്ട്സിനകത്ത് തന്നിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ എഴുതണം. പിന്നെ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഇപ്പൊ നിങ്ങൾ ഒരു ഫോർകാസ്റ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല ഏത് മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് റിസൾട്ട് തരുന്ന മെത്തേഡ് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഷുഡ് ബി മോർ ഓർ ലെസ് ഈക്വൽ ടു ആക്ച്വൽ ഡിമാൻഡ്. നമ്മൾ എടുക്കുന്ന റിസൾട്ട് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഭയങ്കര കോംപ്ലക്സ് പ്രൊസീജിയർ ഉള്ളതൊന്നും നമ്മൾ എടുക്കണ്ട. നമ്മുടെ പ്രോഡക്റ്റിന് ചേരും, നമ്മുടെ കൺസ്യൂമേഴ്സ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള എടുത്താൽ മതി. ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെലവ് കുറവുള്ളതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. കോസ്റ്റ് ഇൻകേർഡ് മസ്റ്റ് ബി ലെസ് ദാൻ ദി ബെനിഫിറ്റ് derived in such forecast. It should not be time consuming. ഒത്തിരി സമയം എടുക്കുന്ന റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കണം. It should be long lasting. റിസൾട്ട് എങ്ങനെയായിരിക്കണം? ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ഒത്തിരി കുറച്ച് നാള് നമുക്ക് ഇത് ഫോളോ അതിന്റെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. Then it should be flexible. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അഡാപ്റ്റബിൾ ആയിരിക്കണം. അതിനകത്ത് ചേഞ്ചസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയതായിരിക്കണം. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഷുഡ് ബി ആക്യുറേറ്റ്, ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ, ഷുഡ് നോട്ട് ബി ടൈം കൺസ്യൂമിംഗ്, ഇറ്റ് ഷുഡ് ബി ലോങ് ലാസ്റ്റിംഗ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. Then these are the limitations of good this demand forecasting. Chances of errors are always there. നമുക്ക് കാരണം പ്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോവാം. ഇപ്പൊ തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചതെല്ലാം മാറിയില്ലേ കോവിഡ് വന്നപ്പോ, അല്ലെ? ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തി പലരും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ എല്ലാം മാറിപ്പോയി. ഇപ്പൊ ചാൻസസ് ഓഫ് എറേഴ്സ് ആർ there. In exactness in predicting the future. ഫ്യൂച്ചർ നമുക്ക് എക്സാക്ട് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ടാകും. പിന്നെ സാധാരണ ഇതെപ്പോഴും ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടൂല അതിന്റെ, അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ലാക്ക് ഓഫ് കോമ്പിറ്റന്റ് പേഴ്സണൽസ്, എഫിഷ്യന്റ് ആയിട്ടുള്ള പേഴ്സണൽസിന്റെ അൺഅവൈലബിലിറ്റി ഇതിന്റെ ഒരു ഫാക്ടറാണ്. നല്ല എക്സ്പേർട്സ് വേണം ഇതൊക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ കോമ്പിറ്റന്റ് ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സണൽസ് ഇതിനകത്ത് കുറവ്. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അതിന് നല്ലതായിട്ട് പഠിക്കണം. ഇത് കുറച്ച് MBA-ലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ലാക്ക് ഓഫ് കോമ്പിറ്റന്റ് പേഴ്സണൽ ഉണ്ട്. പിന്നെ കോസ്റ്റ് കൺസിഡറേഷൻ ആണ് ഇതിനകത്ത് വേറെ. ലാർജ് എമൗണ്ട് ഓഫ് മണി ഈസ് റിക്വയർഡ് ടു അണ്ടർടേക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് സർവേ, എസ്പെഷ്യലി വെൻ സർവേ മെത്തേഡ് ഈസ്. ഇപ്പൊ സ്മോൾ ഫേംസിനൊന്നും ഇത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ തീരുകയാണ്. അപ്പൊ ഇത് നല്ല ഔട്ട്കം ഉള്ള ഒരു ചാപ്റ്റർ ആണ്.
ഡിമാൻഡ് എന്താണ്, അതിന്റെ ഫോർകാസ്റ്റിംഗ് എന്താണ്, നമ്മൾ ലൈവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്.